ഹായ് ഫ്രണ്ട്സ്, ലോൺ ഡോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് മൂന്നാറിലേക്കുള്ള യാത്രയിലാണ്. കൺട്രോൾ ചെയ്യണം അതൊന്ന്. പിന്നെ ഇപ്പോൾ നമ്മളുള്ളത് ഇന്ന് മൂന്നാറിലേക്കുള്ള മൂന്നാറിലേക്ക് പോകുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു രീതിയിലുള്ള പോക്ക് കുറേയും കൂടി നന്നായിരിക്കും തോന്നുന്നു. കാരണം മൂന്നാറിലേക്ക് ഞങ്ങൾ ആക്ച്വലി വീട്ടിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കാണ് പുറപ്പെട്ടത്. ഇപ്പോൾ ഇവിടെ പുറത്ത് ചെറിയ മഴയുണ്ട്. 2 മണിക്കാണ് പുറപ്പെട്ടത്. അതിനുശേഷം നമ്മൾ ഇവിടെ എത്തുന്നത് രാത്രിയൊക്കെയാണ്. മൂന്നാറിലേക്കുള്ള യാത്ര അധികം ഉണ്ടാവുക. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ളത് എന്താ വെച്ചാൽ, നമ്മൾ നേര്യമംഗലത്ത് വന്നിട്ട് നമ്മളങ്ങനെ പ്ലാൻ ചെയ്ത് വന്നോന്നല്ല, പക്ഷെ നേര്യമംഗലത്ത് വന്നിട്ട് നമ്മളവിടെ റൂം എടുത്ത്. നേര്യമംഗലത്ത് റൂം എടുക്കാൻ ഒരു കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് ഏറ്റവും ചീപ്പായിട്ടുള്ള അക്കോമഡേഷൻ കിട്ടും. നമ്മുടെ യാത്രയിൽ നമുക്ക് വേണ്ടത് എന്തെന്ന് വെച്ചാൽ, ഇപ്പോൾ ബഡ്ജറ്റ് കൺട്രോൾ ചെയ്യണം അതൊന്ന്. പിന്നെ നമുക്ക് റെസ്റ്റ് പ്രോപ്പറായിട്ട് എടുത്തിട്ട് ഇവിടുന്ന് ഹൈ റേഞ്ചിലേക്ക് നമ്മൾ മല കയറി പോവുകയാണെങ്കിൽ അത് നല്ലൊരു അനുഭവമായിരിക്കും. പക്ഷേ രാത്രി നമ്മൾ കയറുകയാണെന്ന് വെച്ചാൽ നമുക്കുള്ള പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ, ഒന്ന് നമുക്ക് ഹൈ റേഞ്ചിലുള്ള കാഴ്ച നഷ്ടപ്പെടും. അവിടെ ഒരുപാട് നല്ല നമുക്ക് കുളിർമയേകുന്ന കാഴ്ചകൾ ഉണ്ടാകുന്ന സ്ഥലമാണ്, അത് നമുക്ക് നഷ്ടപ്പെടും. 2, രാത്രിയാണ് കയറുന്നത് വെച്ചെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ഓപ്പോസിറ്റ് ഇരുന്ന് മുകളിൽ നിന്ന് വരുമ്പോൾ നമ്മൾക്ക് കണ്ണിലേക്ക് ലൈറ്റ് അടിച്ചിട്ട് ഏകദേശം 45-50 കിലോമീറ്ററോളം ദൂരം നമ്മൾ പോകാനുണ്ട്. ആ പോകുന്ന ദൂരമൊക്കെ നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. പിന്നെ അതുകൂടാതെ അടിമാലിയിലോ അല്ലെങ്കിൽ മൂന്നാറിലോ പോയിട്ട് നമ്മളൊരു റൂം എടുക്കുകയാണെങ്കിൽ അഗെയിൻ കാഴ്ച നഷ്ടപ്പെടും. ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ബുദ്ധിമുട്ടി പോകണം. പ്ലസ് നമ്മുടെ കോസ്റ്റ് കൂടുകയും ചെയ്യും, താമസത്തിലുള്ള കോസ്റ്റ് കൂടുകയും ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ റൂം എടുത്തു കഴിഞ്ഞാൽ നേര്യമംഗലത്ത് വന്നിട്ട് ഇപ്പോൾ എനിക്ക് ഈ ഒരു സംഗതി ഇഷ്ടപ്പെട്ടു. ഈ ഒരു സ്ഥലത്തെ റൂം എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു. ഇവിടെ നേര്യമംഗലത്ത് നമുക്ക് സവിത ഹോട്ടൽ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇവിടെ നമുക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട് അവർ തന്നെ. ഒപ്പം അത് കൂടാതെ ഈ സൈഡിൽ അവരുടെ ഒരു ടൂറിസ്റ്റ് ഹോം ഉണ്ട്. ഇതത്ര ഒരു സ്റ്റാർ സംഗതി ഒന്നല്ല, പക്ഷെ നമുക്ക് വന്നിട്ട് റെസ്റ്റ് എടുക്കാനും കുളിക്കാനും കിടന്നുറങ്ങാനൊക്കെ പറ്റിയ ഒരു സെറ്റപ്പ് അത്രേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ഉണ്ടെന്ന് വെച്ചാൽ, നമുക്ക് ബാത്റൂം യൂസ് ചെയ്യാം, കിടന്നുറങ്ങാം, പിന്നെ കുളിക്കാം, ഇത്രയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സ്റ്റാർ ഹോട്ടലിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സംഗതിയും കിട്ടില്ല. നല്ല വിശാലമായിട്ടുള്ള കാർ പാർക്കിങ് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്. പിന്നെ നല്ല വൃത്തിയുള്ളൊരു ഹോട്ടൽ, അതിലപ്പുറം നല്ല വൃത്തിയുള്ള ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള നല്ല ടോയ്ലറ്റ്, എല്ലാം നല്ല വൃത്തിയിലുള്ള സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. പിന്നെ അപ്പോൾ ഇവിടെ ഈ ഒരു വഴിക്ക് പോകുന്നവർ, പിന്നെ ഇവിടെ പാർട്ടിയുടെ ഓഫീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു വേറൊരു ഗുണം വെച്ചാൽ, ഇത് പാർട്ടി എനിക്ക് തോന്നുന്നു MLA ആയിരിക്കില്ല, പഞ്ചായത്ത് മെമ്പർ അങ്ങനെയാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു സേഫ്റ്റിയും സെക്യൂരിറ്റിയും നമുക്കിവിടെ കിട്ടും. കാരണം വലിയ അക്രമം അല്ലെങ്കിൽ അലമ്പും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ കൈകാര്യം ചെയ്യാൻ ഇവർ തന്നെ ധാരാളമാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് പുറത്തായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീം വാങ്ങാനോ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങാനൊക്കെ ആയിട്ടുള്ള ഇതൊരു ചെറിയ ടൗൺ തന്നെയാണ് നേര്യമംഗലം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഈ ഭാഗത്ത് നല്ല വൃത്തിയുള്ള ഈ ഒരു ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് നമുക്ക് കിട്ടും. പ്ലസ് ഈ ഒരു അക്കോമഡേഷൻ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഈ യാത്രയിൽ എടുക്കുന്നതല്ല. ഇനിയിപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വരികയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം, ടോയ്ലറ്റ് യൂസ് ചെയ്യാം, നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് യൂസ് ചെയ്യാം, വണ്ടിയിൽ കിടന്നുറങ്ങാം, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അത്രയും ഗുണങ്ങൾ ഇവിടെ ഉണ്ട്. റെസ്റ്റ് പ്രോപ്പറായിട്ട് എടുത്തിട്ട് ഇവിടുന്ന് ഹൈ റേഞ്ചിലേക്ക് നമ്മൾ മല കയറി പോവുകയാണെങ്കിൽ അത് നല്ലൊരു അനുഭവമായിരിക്കും. പക്ഷേ രാത്രി നമ്മൾ കയറുകയാണെന്ന് വെച്ചാൽ നമുക്കുള്ള പ്രധാന പ്രശ്നം എന്താ വെച്ചാൽ, ഒന്ന് നമുക്ക് ഹൈ റേഞ്ചിലുള്ള കാഴ്ച നഷ്ടപ്പെടും. അവിടെ ഒരുപാട് നല്ല നമുക്ക് കുളിർമയേകുന്ന കാഴ്ചകൾ ഉണ്ടാകുന്ന സ്ഥലമാണ്, അത് നമുക്ക് നഷ്ടപ്പെടും. 2, രാത്രിയാണ് കയറുന്നത് വെച്ചെങ്കിൽ ഒരുപാട് വാഹനങ്ങൾ ഓപ്പോസിറ്റ് ഇരുന്ന് മുകളിൽ നിന്ന് വരുമ്പോൾ നമ്മൾക്ക് കണ്ണിലേക്ക് ലൈറ്റ് അടിച്ചിട്ട് ഏകദേശം 45-50 കിലോമീറ്ററോളം ദൂരം നമ്മൾ പോകാനുണ്ട്. ആ പോകുന്ന ദൂരമൊക്കെ നമ്മൾ അത്രയും റിസ്ക് എടുത്തിട്ട് പോകണം. അപ്പോൾ അതുകൊണ്ട് കാര്യമില്ല. പിന്നെ അതുകൂടാതെ അടിമാലിയിലോ അല്ലെങ്കിൽ മൂന്നാറിലോ പോയിട്ട് നമ്മളൊരു റൂം എടുക്കുകയാണെങ്കിൽ അഗെയിൻ കാഴ്ച നഷ്ടപ്പെടും. ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ബുദ്ധിമുട്ടി പോകണം. പ്ലസ് നമ്മുടെ കോസ്റ്റ് കൂടുകയും ചെയ്യും, താമസത്തിലുള്ള കോസ്റ്റ് കൂടുകയും ചെയ്യും. പക്ഷേ ഇവിടെ നമ്മൾ റൂം എടുത്തു കഴിഞ്ഞാൽ നേര്യമംഗലത്ത് വന്നിട്ട് ഇപ്പോൾ എനിക്ക് ഈ ഒരു സംഗതി ഇഷ്ടപ്പെട്ടു. ഈ ഒരു സ്ഥലത്തെ റൂം എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടു. ഇവിടെ നേര്യമംഗലത്ത് നമുക്ക് സവിത ഹോട്ടൽ, ഇപ്പോൾ ഇതാണ് നമ്മുടെ ഹോട്ടൽ. ഇവിടെ നമുക്ക് റെസ്റ്റോറൻ്റ് ഉണ്ട് അവർ തന്നെ. ഒപ്പം അത് കൂടാതെ ഈ സൈഡിൽ അവരുടെ ഒരു ടൂറിസ്റ്റ് ഹോം ഉണ്ട്. ഇതത്ര ഒരു സ്റ്റാർ സംഗതി ഒന്നല്ല, പക്ഷെ നമുക്ക് വന്നിട്ട് റെസ്റ്റ് എടുക്കാനും കുളിക്കാനും കിടന്നുറങ്ങാനൊക്കെ പറ്റിയ ഒരു സെറ്റപ്പ് അത്രേ ഉള്ളൂ. നമുക്ക് എന്തൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ഉണ്ടെന്ന് വെച്ചാൽ, നമുക്ക് ബാത്റൂം യൂസ് ചെയ്യാം, കിടന്നുറങ്ങാം,
പിന്നെ കുളിക്കാം. ഇത്രയും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. നമ്മൾ സ്റ്റാർ ഹോട്ടലിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു സംഗതിയും കിട്ടില്ല. നല്ല വിശാലമായിട്ടുള്ള കാർ പാർക്കിംഗ് നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം വണ്ടികളൊക്കെ ഉണ്ട്. പിന്നെ നല്ല വൃത്തിയുള്ളൊരു ഹോട്ടൽ, അതിലപ്പുറം നല്ല വൃത്തിയുള്ള ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ആയിട്ടുള്ള നല്ല ടോയ്ലറ്റ്, എല്ലാം നല്ല വൃത്തിയിലുള്ള സെറ്റപ്പാണ് ഇവിടെ ഉള്ളത്. പിന്നെ അപ്പോൾ ഇവിടെ ഈ ഒരു വഴിക്ക് പോകുന്നവർ, പിന്നെ ഇവിടെ പാർട്ടിയുടെ ഓഫീസൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഒരു വേറൊരു ഗുണം വെച്ചാൽ ഇത് പാർട്ടി എനിക്ക് തോന്നുന്നു MLA ആയിരിക്കില്ല, പഞ്ചായത്ത് മെമ്പർ അങ്ങനെയാണ് ഇതിൻ്റെ ഓണർ. അപ്പോൾ ആ ഒരു രീതിയിലുള്ളൊരു സേഫ്റ്റിയും സെക്യൂരിറ്റിയും നമുക്കിവിടെ കിട്ടും. കാരണം വലിയ അക്രമം അല്ലെങ്കിൽ അലമ്പും ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ തന്നെ കൈകാര്യം ചെയ്യാൻ ഇവർ തന്നെ ധാരാളമാണ്. അപ്പോൾ ഇതിൻ്റെ തൊട്ട് പുറത്തായിട്ട് ഒരുപാട് ഷോപ്പുകളുണ്ട്. നമുക്ക് കുട്ടികൾക്ക് വേണമെങ്കിൽ ഐസ്ക്രീം വാങ്ങാനോ അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങാനൊക്കെ ആയിട്ടുള്ള ഇതൊരു ചെറിയ ടൗൺ തന്നെയാണ്, നേര്യമംഗലം എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ ഈ ഭാഗത്ത് നല്ല വൃത്തിയുള്ള ഈ ഒരു ഹോട്ടൽ, റെസ്റ്റോറൻറ്റ് നമുക്ക് കിട്ടും. പ്ലസ് ഈ ഒരു അക്കോമഡേഷൻ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ ഈ യാത്രയിൽ എടുക്കുന്നതല്ല. ഇനിയിപ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് വരികയാണെന്ന് വെച്ചാൽ നമുക്ക് വണ്ടി ഇവിടെ പാർക്ക് ചെയ്യാം, ടോയ്ലറ്റ് യൂസ് ചെയ്യാം, നല്ല വൃത്തിയുള്ള ടോയ്ലറ്റ് യൂസ് ചെയ്യാം, വണ്ടിയിൽ കിടന്നുറങ്ങാം, എന്നിട്ട് നമുക്ക് ഇവിടുന്ന് ഭക്ഷണം കഴിക്കണമെങ്കിൽ ഇവിടുന്ന് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അത്രയും ഗുണങ്ങൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ടൂറിസ്റ്റ് ഹോം. നമ്മൾ ആരും ഒരു ലക്ഷറി സെറ്റപ്പ് പ്രതീക്ഷിക്കരുത്. ഇത് ജസ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒന്ന് ഉറങ്ങുക, കുളിക്കുക, ടോയ്ലറ്റ് യൂസ് ചെയ്യുക. അല്ലാതെ നമുക്ക് ഇവിടെ പിന്നെ ഇവിടുത്തെ റൂമിൻ്റെ റേറ്റ് ഞാൻ പറയാം. 600 രൂപ മുതൽ ഇവിടെ റൂം അവൈലബിൾ ആണ്. അതായത് സിംഗിൾ ബെഡായിട്ട് ഒരു ഫാമിലിക്ക് വേണമെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത് കിടന്നുറങ്ങാവുന്ന, കുട്ടികളെങ്കിൽ ഉറങ്ങാവുന്ന ഒരു സെറ്റപ്പാണ് 600 രൂപയുടെ. അതല്ലെങ്കിൽ 2 ബെഡ് വേണമെങ്കിൽ ആ രീതിയിൽ കിടക്കണം. അപ്പോൾ അതിന് 800 രൂപ ആവും. ഓക്കെ, ഇവിടെ ഫസ്റ്റ് ഫ്ലോറിലാണ് ഇവരുടെ റിസപ്ഷൻ. നമ്മുടെ റൂം കിട്ടിയിട്ടുള്ളത് സെക്കൻഡ് ഫ്ലോറിലാണ്. ഫസ്റ്റ് ഫ്ലോർ എന്ന് പറയാൻ പറ്റില്ല, ആക്ച്വലി ബേസ്മെൻറ്റിലാണ് നമ്മൾ ആദ്യം നിന്നത്. അതിനുശേഷം നമ്മൾ പോകുന്നത് ഫസ്റ്റ് ഫ്ലോറിലേക്കാണ്, ഗ്രൗണ്ട് ഫ്ലോറിലേക്കാണ്. അവിടെയാണ് നമ്മുടെ റിസപ്ഷൻ ഉള്ളത്. അതിനുശേഷം നമുക്ക് റൂം. ഓക്കെ, ഇതാണ് നമ്മുടെ റൂം. ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ, റൂമോ സൗകര്യങ്ങളൊക്കെ എത്ര ഉള്ളൂ. നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാം, ടോയ്ലറ്റ് യൂസ് ചെയ്യാം. ഇത്രയാണുള്ളൂ റൂമിൻ്റെ വിശേഷങ്ങൾ. പിന്നെ ഈ ഒരു ബഡ്ജറ്റിൽ കിട്ടാവുന്ന, എനിക്ക് തോന്നുന്നത് നല്ലൊരു അക്കോമഡേഷൻ, സേഫായിട്ടുള്ള ഒരു അക്കോമഡേഷനാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇപ്പോൾ കോണി നമ്മൾ സ്റ്റെയർ കയറിയതിൻ്റെ ഒരു കിതപ്പുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെ എണീറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നമ്മൾ പുറത്ത് പോയിട്ട് താഴെ തന്നെ ഇവരുള്ള റെസ്റ്റോറൻറ്റിൽ പോയിട്ട് ഭക്ഷണം കഴിച്ച് ഇനി നമ്മളുടെ ട്രിപ്പ് ആരംഭിക്കുകയാണ്. നമ്മളെ വണ്ടിയിൽ കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ എന്താ കുക്ക് ചെയ്യാന്ന് പറയാൻ പറ്റില്ല, പക്ഷെ നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാം. റൂമിൽ നിന്ന് ഇറങ്ങുകയാണ്. ഇനി ബാക്കി ഭാഗം നമുക്ക് വണ്ടിയുടെ ഒരു ഹൈ റേഞ്ചിലേക്കുള്ള കാഴ്ചയൊക്കെ വെച്ചിട്ട് അവിടെ നിന്ന് തുടങ്ങാം. പുറത്തിറങ്ങി നമ്മൾ വണ്ടിയിൽ കയറുകയാണ്. നമ്മളിവിടെ പേയ്മെൻറ്റ് ചെയ്തത് ഗൂഗിൾ പേ ആണ് ചെയ്തത്. അതേപോലെ റെസ്റ്റോറൻറ്റിലായാലും ഗൂഗിൾ പേ സൗകര്യമുണ്ട്. ഒരുവിധം എല്ലായിടത്തും ഉണ്ട് ഗൂഗിൾ പേ സൗകര്യം, അല്ലെങ്കിൽ ഫോൺ പേ. അപ്പോൾ ഞാൻ ആക്ച്വലി പലപ്പോഴും ഗൂഗിൾ പേ ചെയ്യുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഗൂഗിൾ പേ കുറച്ച് ഹാങ് ആവുന്നുണ്ട്, അതായത് പ്രോസസ് ചെയ്യാൻ ടൈം എടുക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഫോൺ പേ ആണ് കുറച്ചും കൂടി നല്ലതെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഗൂഗിൾ പേ പക്ഷേ മോസ്റ്റ്ലി എല്ലാവരും യൂസ് ചെയ്യുന്നത് ഗൂഗിൾ പേ ആണ്. ഫോൺ പേ കുറവാണ് തോന്നുന്നത്. അപ്പോൾ ഫോൺ പേ ആകുമ്പോൾ എനിക്ക് ഫാസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഓരോരുത്തർക്ക് എങ്ങനെ പറ്റുന്നതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓരോരുത്തരും കമൻറ്റ് ചെയ്യുക, അങ്ങനെയുള്ള ആളുകൾ. നമ്മളുള്ളത് ചീയപ്പാറ വാട്ടർഫാൾസിലാണ്. നല്ല കുത്തനെ മേലെന്ന് വരുന്ന വെള്ളമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. ഇത് മൂന്നാറിലേക്ക് പോകുന്ന വഴിയിൽ, മൂന്നാറെത്താൻ ഇനിയും 10-45 കിലോമീറ്ററോളം ഇനിയുണ്ട്. അതിലിടയ്ക്കുള്ള ഒരു സ്ഥലമാണ്, ഓൺ ദ വേയിലുള്ള സ്ഥലമാണ് ചീയപ്പാറ വാട്ടർഫാൾസ് എന്ന് പറയുന്നത്. ഇതിനടുത്ത് വന്നാൽ എനിക്ക് തോന്നുന്നു മൂന്നാറിലേക്ക് പോകുമ്പോഴുള്ള ആദ്യത്തെ ഒരു കാഴ്ച, ഹൈ റേഞ്ചിലത്തെ കയറ്റം ഇനി നമുക്ക് കണ്ടിന്യൂസ് ആയി കിട്ടിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതിനിടയ്ക്ക് കിട്ടാവുന്ന ആദ്യത്തെ ഒരു നല്ലൊരു കാഴ്ചയായിരിക്കും ഈ ചീയപ്പാറ വാട്ടർഫാൾസ്. എന്തായാലും നമുക്ക് വണ്ടിയുടെ പുറത്തിറങ്ങിയിട്ട് കുറച്ചും കൂടി ഇത് ഫീൽ ചെയ്തിട്ട് അടുത്താണ് ഈ ഫ്ലോ വരുന്നത്. പക്ഷെ നമുക്ക് ഇവിടുത്തെ അപ്പുറത്തേക്ക് ഇറങ്ങാനുള്ള സൗകര്യമൊന്നുമില്ല. ഇവിടെ പതിവ് പോലെ യാത്രക്കാരെ പ്രതീക്ഷിക്കുന്ന കുരങ്ങന്മാരുണ്ട്.
അവർ ഫാമിലി ആയിട്ട് തന്നെ കുട്ടികളെ എടുത്തിട്ടും കുട്ടികളിനൊപ്പം ഇരുത്തിയിട്ടും ലവറിനൊക്കെ ആയിട്ടിരിക്കുന്ന ആളുകൾ ഒരുപാടുണ്ട്. മൂന്നാറിലേക്കുള്ള ടൂറിസ്റ്റുകളുടെ വരവ് ഏകദേശം കഴിഞ്ഞ മാസത്തോടു കൂടി ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് ടൂറിസ്റ്റുകളൊക്കെ കാണാം, കുറച്ച് ആളുകളൊക്കെ ഇവിടെ എത്തി. പക്ഷേ പഴയൊരു തിരക്കും കാര്യങ്ങളൊന്നുമില്ല. കോവിഡ് പ്രോട്ടോക്കോളും അതിൻ്റെ തടസ്സങ്ങളൊക്കെ ഉള്ള കാരണം വളരെ കുറച്ച് പേര് മാത്രമാണ് വന്നിട്ടുള്ളത്. നമുക്കെന്തായാലും വലിയൊരു ടൂറിസ്റ്റുകൾ ഇല്ലാത്തൊരു സമയത്ത് വരുന്നത് തന്നെ കുറച്ചും കൂടി നല്ലത്. പിന്നെ ക്ലൈമറ്റ് ആണെങ്കിൽ നല്ല തണുപ്പ്, നല്ല ഭയങ്കര തണുപ്പ്, അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നുമില്ല. ഇതൊരു കൂടുതൽ ഫോക്കസ് ചെയ്തെടുക്കാൻ പറ്റിയൊരു സെറ്റപ്പൊന്നും ക്യാമറയിലില്ല. അപ്പോൾ അടുത്ത് വന്നിട്ട് ഇത്രയും ഭാഗമൊക്കെ എടുക്കാം. ചെറിയൊരു കുരങ്ങ് കിടന്ന് ഓടിക്കളിക്കുന്നുണ്ട്. കുരങ്ങൻ്റെ കുട്ടി അത് ഭയങ്കര ഓടിക്കളിക്കലാണ്. പിന്നെ വെള്ളം വരുന്ന ഭാഗത്തേക്ക് കിടക്കാനുള്ള ഒരു അനുമതിയൊന്നും നമുക്കില്ല. താഴത്ത് ഇങ്ങനെ കാണാം. ഇവിടെ പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെ അത്യാവശ്യം വെള്ളത്തിലുണ്ട്. പക്ഷേ ഇവിടെ ഒരു ഇത് വെച്ചിട്ടുണ്ട്, പ്ലാസ്റ്റിക് ബോട്ടിലും കാര്യങ്ങളൊക്കെ ഇടാനായിട്ടുള്ള സൗകര്യം. ഓക്കെ, അപ്പോൾ നമ്മുടെ മൂന്നാർ യാത്രയിൽ ഒരു വാട്ടർഫാൾസ് കണ്ട് നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് വന്നുകൊണ്ടിരിക്കണം. അതിൻ്റെ ഇടയിൽ വലിയൊരു വാട്ടർഫാൾ ഉണ്ട്. പക്ഷേ ഇത് മലപ്പുറം, നിങ്ങളോ? ചാലക്കുടി. വാട്ടർഫാൾ മാത്രമേ കാണുള്ളൂ. പക്ഷെ വെള്ളത്തിൽ ഇറങ്ങാനുള്ളൊരു സൗകര്യം ഇവിടെ ഇല്ല. ആർക്കും ഇറങ്ങാൻ പറ്റുന്നൊരു സൗകര്യമില്ല. പിന്നെ അതുവഴിയൊക്കെ വഴിയുണ്ട്, ആരൊക്കെ ഇറങ്ങി വരുന്ന വഴിയൊക്കെ ഉണ്ട്. പക്ഷെ അതും ഈ ഒരു വാട്ടർഫാൾ പോകുന്ന ഭാഗം കംപ്ലീറ്റ് നല്ല വലിയ മതിൽ വെച്ചിട്ട് മറച്ചു വെച്ചിട്ടുണ്ട്. എന്തായാലും ഫാമിലിക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നും കാണാനും കയറാനൊന്നും പറ്റില്ല. വേണമെങ്കിൽ ഈ വഴി, അതുവഴി നമ്മൾ ഇതുവഴി ഇവിടെ ഒന്നും പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല. ഐ മീൻ കയറി കാണാൻ മാത്രം ഒന്നുമില്ല. പിന്നെ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതിൻ്റെതായ ഒരു ഫീല് കിട്ടുള്ളൂ. ഇപ്പോൾ കുറച്ചും കൂടി വ്യക്തമായിട്ട് വാട്ടർഫോൾസ് കാണാതെ തോന്നുന്നു. കാരണം ഇത് നമ്മൾ ആ സൈഡിൽ പോയി നിൽക്കുമ്പോൾ അവിടെ കംപ്ലീറ്റ് മതിൽ വെച്ചിട്ട് കവേർഡാണ്. റോട്ടിൽ നിന്ന് ഇവിടെ വന്നിട്ട് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് കുറേയും കൂടി വ്യക്തമായിട്ട് വാട്ടർഫോൾസ് കാണാം. പക്ഷേ വെള്ളത്തിലേക്ക് ഇറങ്ങാനുള്ള യാതൊരുവിധ ഓപ്ഷനും ഇല്ല. കംപ്ലീറ്റ് രണ്ട് സൈഡും കവേർഡാണ്. ഓക്കെ, നമ്മളിനി എന്തായാലും ഇനി അടുത്ത ഭാഗത്തേക്ക് പോവാം. തൽക്കാലം ഇവിടുത്തെ കാഴ്ചകൾ അവസാനിപ്പിച്ച് അടുത്ത ഭാഗത്തേക്ക് പോവാം. മൂന്നാറിൻ്റെ ഒരു ഏരിയയിൽ നമ്മൾ പ്രവേശിച്ച് കഴിഞ്ഞു. അതായത് വെൽക്കം ടു മൂന്നാർ എന്നുള്ളതൊക്കെ കണ്ട് ഇനി ഇത് മൂന്നാറിൻ്റെ ഭാഗങ്ങളിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ സൈഡിലൊക്കെ ആയിട്ട് തേയിലത്തോട്ടങ്ങൾ, ടാറ്റയുടെ ഒക്കെ തേയിലത്തോട്ടങ്ങൾ ഒരുപാട് കാണാം. വഴിയിൽ മുന്നിൽ ഒരു ആശാനുണ്ട്. നമ്മൾ ഏത് വഴി എടുക്കണം യാതൊരു ഐഡിയയില്ല. ഇവിടെ നായ്ക്കളും പശുക്കളൊക്കെ റോട്ടിലുണ്ടെങ്കിലും അവർ സൈഡ് തരുന്നൊരു പരിപാടിയൊന്നുമില്ല. നമ്മളുടെ വഴി നോക്കി പോയിക്കൊള്ളണം. ഇവിടെയുള്ള കാഴ്ചകളൊക്കെ ഭയങ്കര എന്താ പറയുക, സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നൊരു കാഴ്ചയാണ്. നമ്മുടെ മനസ്സിനൊരു ചില കാഴ്ചകളൊക്കെ ഈ റോഡിലൂടെ ആക്ച്വലി വരുമ്പോൾ, ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ഇതുവഴി വന്നിരുന്നെങ്കിൽ ഈ കാഴ്ചകളൊന്നും തന്നെ കാണും ചെയ്യില്ല. അതുകൂടാതെ റോഡിലുള്ള അപകടമായിട്ടുള്ള കുഴികളും കാര്യങ്ങളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങൾ എന്തായാലും അവിടെ തങ്ങാൻ തീരുമാനിച്ചത് ഒരു നല്ല തീരുമാനമായി എന്നിപ്പോൾ തോന്നുന്നു. കാരണം ഇത് മാത്രമല്ല, പലപ്പോഴും നമ്മൾ യാത്ര ചെയ്യുമ്പോൾ എത്തിക്കിട്ടിയാൽ മതി എന്ന് തോന്നുന്ന ആ ഒരു ഫീലൊന്നും ഉണ്ടായില്ല. കാരണം വഴിയിലുടനീളം കാഴ്ചകളായ കാരണം നമ്മൾ ഓരോ മൊമെൻറ്റും അല്ലെങ്കിൽ ഓരോ റോഡും നമ്മൾ എൻജോയ് ചെയ്തിട്ടാണ് യാത്ര മുന്നോട്ട് പോകുന്നത്. ഇതിനിടയ്ക്കിടയ്ക്ക് ഗൂഗിൾ മാപ്പ് പല വേറെ ഷോർട്ട് കട്ടുകളും മറ്റുള്ള വഴികളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ അതൊന്നും എടുക്കാൻ നമ്മൾ തയ്യാറായില്ല. നമ്മൾ ഫാമിലി ആയിട്ട് പോകുമ്പോഴാണ് അങ്ങനെയുള്ള യാത്രകളിലൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു റിസ്ക്. നമ്മളിപ്പോൾ ഒരു ബാച്ചിലർ ട്രിപ്പൊക്കെ ആണെങ്കിൽ നമുക്ക് അത്തരം ഷോർട്ട് കട്ടുകളൊക്കെ എടുക്കാം. ചിലപ്പോൾ ആ റോഡ് വളരെ മോശമായിരിക്കും. നമ്മളൊരു ടീമിനോട് ഒരു വഴിയിലുള്ള ആളുകളോട് ചോദിച്ചു നോക്കിയപ്പോൾ അവർ പറഞ്ഞത് ഇതുവഴി തന്നെ പോകാനാണ് പറഞ്ഞത്, റോഡ് മോശമാണെന്ന് പറഞ്ഞു. പക്ഷെ ആ റോഡ് മാപ്പിൽ നോക്കുമ്പോൾ വളരെ ഷോർട്ട് കട്ടായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ സ്ഥിരമായിട്ട് മൂന്നാർ കാഴ്ചകളിൽ കാണുന്ന കാഴ്ചകൾക്ക് അപ്പുറത്ത് പല കാഴ്ചകളും നമുക്ക് കിട്ടിയേക്കാം.
ഒരുപാട് തവണ മൂന്നാർ വന്ന ആളുകളൊക്കെ ഉണ്ട്. ഞാനൊന്നും അധികം തവണ വന്നിട്ടില്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു വട്ടം വന്നു, അതിൻ്റെ ഇപ്പോൾ അടുത്ത് 2-3 വർഷം മുന്നേ ഒരു വട്ടം വന്നു. പക്ഷെ അന്നൊന്നും കാര്യമായിട്ട് ഇവിടെ തങ്ങ് അല്ലെങ്കിൽ കൂടുതൽ ഒരു ഓടി പാച്ചിലൂടെയുള്ളൊരു വരവായിരുന്നു. അന്ന് വേഗം തിരിച്ചു പോയി. അപ്പോൾ നമ്മൾ ഇവിടെ വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് മിനിമം ഒരാഴ്ച തന്നെ സ്പെൻഡ് ചെയ്താലും ഒരു മിനിമം ലെവലുള്ള കാഴ്ചകൾ കണ്ട് തീരില്ല എന്ന് തോന്നുന്നു. അത്രയധികം ഭാഗങ്ങൾ ഇവിടെ കാണാനുണ്ട്. ബ്ലോസം ഇൻ്റർനാഷണൽ പാർക്കിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഇവിടെ എന്താണ് കൃത്യമായിട്ട് കാണുന്നത് എനിക്കറിയാം. ഇവിടെ കുറച്ച് പൂവും മറ്റേ കിളികളും അങ്ങനെയായിട്ടുള്ളൊരു പാർക്കാണിത്. മെയിനായിട്ട് ഇപ്പോൾ നമ്മളിവിടെ വരാൻ കാരണം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് പോകുന്ന ട്രിപ്പിൽ അവർക്ക് അവരുടെ ടേസ്റ്റിന് മാച്ച് ആവുന്ന ഒരു സംഗതി കൂടി ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ടാണ്. അതുകൂടാതെ ഇവിടെ ഒരു 10-25 പ്ലേസ് മൂന്നാറിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു പ്ലേസാണ് ഈ ബ്ലോസം ഇൻ്റർനാഷണൽ പാർക്ക് അല്ലെങ്കിൽ ബ്ലോസം ഹൈഡൽ പാർക്ക്. ഇത് ഗവൺമെൻറ് കൺട്രോളിലുള്ളതാണ്. നേരെ തന്നെ ഫീസൊക്കെ വളരെ കുറവാണ്. അഡൽറ്റിന് 40, ചിൽഡ്രൻ 20, പിന്നെ അതേപോലെ ഇവിടെ വണ്ടി പാർക്കിങ് 40, അങ്ങനെ ഒരു പറയും. പിന്നെ ക്യാമറ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അതൊന്നും ഇപ്പോൾ ഈ കാലത്തൊന്നും ആരും കൊടുക്കുന്ന ഒരു സംഗതിയല്ല. ഇവിടെയാണ് ഇതിൻ്റെ എൻട്രൻസ്. നമുക്ക് ഉള്ളിൽ പോയിട്ട് നോക്കാം എന്താ സംഗതി, ഇതിൽ കാണാനുള്ള കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത്. കയറി ഇപ്പോൾ നമ്മളിതിനകത്ത് കയറിയിട്ടുണ്ട്. പാർക്ക് എന്തായാലും കൊറോണയുടെ ഒരു ക്ഷീണത്തിലൊക്കെ തന്നെയാണ് നിൽക്കുന്നത്. ഇതിന് മുന്നേ എങ്ങനെ അറിയില്ല. പക്ഷെ ഇപ്പം എന്തായാലും ആളുകൾ വരവ് കുറവും അതേപോലെ തന്നെ മെയിൻ്റനൻസിൻ്റെ കുറവൊക്കെ ആയിട്ട് കൊറോണയുടെ ഒരു ക്ഷീണത്തിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ റീ ഓപ്പൺ ആയിട്ട് അധികം കാലം ആയിട്ടുണ്ടാവില്ല. ഇതിനകത്ത് എന്തൊക്കെ കാഴ്ചകളുണ്ട് നമുക്ക് ഒരു ഐഡിയ ഒന്നുമില്ല. പക്ഷേ നമുക്ക് പോയി നോക്കാം. എന്തായാലും കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. തുടക്കത്തിൽ തന്നെ നമുക്കൊരു ഊഞ്ഞാലൊക്കെ ഉണ്ട്. പുല്ലൊക്കെ പിടിച്ചൊക്കെ വെട്ടാറായിരിക്കുന്നു. വെട്ടിയില്ല. 16 ഏക്കറോളം സ്ഥലങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അത്യാവശ്യം 1-2 ക്ലിപ്പും ചെറിയ ക്ലിപ്പുകളൊക്കെ ആഡ് ചെയ്യാനുള്ള സംഗതികൾ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മളപ്പോൾ ബ്ലോസം പാർക്കിനകത്താണ്. ആക്ച്വലി ഇത് നമ്മൾ പ്രതീക്ഷിച്ച അത്ര ഒരു സംഗതികളൊന്നുമില്ല. ഇവിടെ 16 ഏക്കർ ലാൻഡ് എന്നൊക്കെയാണ് മറ്റേ ഓൺലൈനായിട്ട് നമ്മൾ നോക്കിയപ്പോൾ കണ്ടത്. പക്ഷേ ഇതിൽ ഇപ്പോൾ നമുക്ക് കാണുന്നത് ഏകദേശം ഒരു 1/2 കിലോമീറ്റർ ഒരു പാത്ത് വേ ഉള്ളൂ. ആ പാത്ത് വേയുടെ ചുറ്റുഭാഗത്തായിട്ട് കുറച്ച് ചെടികളും പൂക്കളൊക്കെ ഉണ്ട്. പിന്നെ 14 വർഷത്തിന് ഇടയ്ക്ക് പൂക്കുന്ന നീലക്കുറിഞ്ഞിയുടെ ചെടികളൊക്കെ ഉണ്ട്. പക്ഷേ ചെടികൾ മാത്രമേ ഉള്ളൂ, പൂവും കാര്യങ്ങളൊന്നും ഇല്ല. ഇത്രയും വർഷം കഴിഞ്ഞിട്ടല്ല പൂക്കളുള്ളൂ. അപ്പോൾ ഈ ഭാഗത്ത് ഒരു 1/2 കിലോമീറ്റർ പാത്ത് വേയിൽ കാണുന്ന പൂക്കളും പിന്നെ കുറച്ച് കുട്ടികളിനെ അട്രാക്ട് ചെയ്യുന്ന എലഫൻസ്, ജിറാഫ്, ഇതിൻ്റെയൊക്കെ ഒരു പ്രതിമ അവിടെയൊക്കെ ഇവിടെ നിന്നിട്ട് നമുക്ക് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാം. അത്രയ്ക്കാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ അതിൽ കവിഞ്ഞ് എനിക്ക് ചില ആളുകൾ ഒരു ദിവസം മുഴുവൻ ഇതിൽ എൻജോയ് ചെയ്യാം എന്നൊക്കെ. ഓരോരുത്തരുടെ എൻജോയ്മെൻറ്റ് ലെവലും തോട്ട് പ്രോസസ്സൊക്കെ ഡിഫറെൻ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും. അപ്പോൾ നമുക്ക് പിള്ളേർക്ക് കുറച്ച് റിഫ്രഷിംഗ് ആണ്. പിന്നെ ഇവിടുത്തെ ടെമ്പറേച്ചർ വളരെ കുറവാണ്. നമ്മളൊരു AC റൂമിൽ കയറിയ ഒരു പ്രതീതിയാണ്. അതായത് കൂടുതലും ഇല്ല കുറവും ഇല്ല. നമുക്ക് ഏകദേശം AC റൂമിൽ കയറുമ്പോൾ ഒരു 18 മുതൽ 21 ഡിഗ്രി വരെയെല്ലാം ഉണ്ടാകും. ആ ഒരു ടെമ്പറേച്ചർ നമുക്ക് ഇതിനുള്ളിൽ നിന്ന് ഫീൽ ചെയ്യാം. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ബോറടിപ്പിക്കുന്ന അല്ലെങ്കിൽ മടുപ്പിക്കുന്നതായിട്ടുള്ള ഒന്നുമില്ല. കാരണം ചൂടില്ലാത്ത തന്നെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്ഷീണിക്കില്ല. കാഴ്ചകളെ കണ്ടിട്ട് മെല്ലെ ഇങ്ങനെ നടന്നു പോയാൽ മതി. നമ്മൾ ഹറി ആയിട്ട് നീങ്ങേണ്ട ഒരു ആവശ്യമില്ല. മെല്ലെ കാഴ്ചകളെ കണ്ടിട്ട് ഇതേപോലെ നീങ്ങിയാൽ മതി. ഇപ്പോൾ ഈ ഫുട് വേ പുതുതായിട്ട് ചെയ്തതാണ്. അതിവിടെ ഏകദേശം നല്ല രീതിയിൽ ചെയ്തൊരു ഫുട് വേ ഉണ്ട്. പിന്നെ അതിൻ്റെ ഇപ്പുറത്തൊക്കെ ആയിട്ട് ഈ സൈഡിൽ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിനൊരു ചെറിയൊരു തോട് പോലുള്ളൊരു പുഴ എന്ന് വേണമെങ്കിൽ പറയാം. പുഴ അത്ര ഒന്നുമില്ല, ഒഴുക്കില്ല. അത് ഒരു വെള്ളം കെട്ടി നിൽക്കുന്നൊരു ഭാഗമുണ്ട്. മരങ്ങളൊക്കെ കണ്ടാൽ നല്ല ഭംഗിയാണ്. ഇപ്പോൾ ഇതിനകത്ത് മാത്രമല്ല, പാർക്കിന് പുറത്താണെങ്കിലും മൂന്നാറിലെ ഓരോ സ്ഥലത്തും കാഴ്ചകൾ നല്ല ഭംഗിയുള്ള കാഴ്ചകളാണ്. ഇവിടെ ആകുമ്പോൾ നമുക്കൊന്ന് ഇറങ്ങി നടക്കാം. അതിനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇതുമ്പോൾ കയറിയിട്ട് പ്രത്യേകിച്ച് കാഴ്ചകളൊന്നുമില്ല. നമുക്ക് കയറിയിട്ട് നിൽക്കാവുണ്ട്. കുട്ടികളെ കയറുന്നതിൻ്റെ മേലേക്ക് അത് കയറി നോക്ക്. ഇതിൻ്റെ മേലെ നിന്നിട്ട് നമുക്ക് കാഴ്ച നോക്കാം. പക്ഷേ ഇത് സ്ലോപ്പ് അങ്ങോട്ടാണ്. കുട്ടികളൊക്കെ ആയിട്ട് കയറുമ്പോൾ ഉരുണ്ടണ്ട് പോവും. അങ്ങനെ പ്രശ്നമുണ്ട്. നമ്മളാകുമ്പോൾ ഇവിടെ കൈവരി പിടിച്ച് നിൽക്കാം. ഇതിൻ്റെ മേലെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ക്യാമറയിൽ ദൂരത്തേക്കുള്ള കാഴ്ചകൾ കാണാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ ഇതിൻ്റെ സൈഡിൽ ഇതേപോലെ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു ഭാഗമാണ്. ഈ മരം കണ്ടില്ല? ഇതൊക്കെ നല്ല അടിപൊളി മരം സീനെ. പിന്നെ ആ സൈഡിൽ ഇതേപോലെ 2 സൈഡിലായിട്ട് ആ സൈഡിൽ ഇതേപോലെ വെള്ളം ഒഴുകുന്നില്ല. ഒഴുകുന്നുണ്ടോ സംശയമുണ്ട്.
അതേപോലത്തെ ഒരു ഭാഗം അവിടെ. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ചിൽഡ്രൻ ഏരിയ. ഇവിടെ അവർക്ക് മൃഗങ്ങളുടെ സ്റ്റാച്ചുകളുടെ കാരണം അതിലൊക്കെ കയറി, അതിൻ്റെ മേലെ കയറാൻ പറ്റില്ല, അടുത്തൊക്കെ നിന്ന് ഫീൽ ചെയ്യാം, പിന്നെ ഫോട്ടോസ് എടുക്കാം. ഇതേപോലെ കുന്ന് കാണുന്ന ഭാഗങ്ങളിൽ ഇതേപോലെ ആവേശത്തിൽ കയറാം. നമുക്ക് കയറി നോക്കാം. ഇപ്പോൾ ഒരാൾ കയറി ഒരാൾക്ക് കയറാൻ അത്ര പറ്റുന്നില്ല, ഇടയ്ക്ക് വെച്ച് കരയാണ്. ഇനി നമുക്ക് ഇതുവഴി തന്നെ ഇറങ്ങി നോക്കാം. ഇവിടെയുള്ള ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മരങ്ങൾക്കും ചെടികൾക്കൊക്കെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ്. മൂന്നാർ ആക്ച്വലി ഒരുപാട് ദിവസം വന്ന് നമ്മളൊരിക്കലും മൂന്നാറിൽ ഞാൻ വന്നിട്ടുള്ളതൊക്കെ സ്കൂൾ ട്രിപ്പാണ്. അതൊക്കെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള ടൈമിൽ ഒരുപാട് ഏരിയ റൺ ചെയ്ത് പോകുന്നൊരിതാണ്. ആക്ച്വലി അങ്ങനെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി പോയതിന് ശേഷം അതിനുശേഷം ഒരു പ്രത്യേകിച്ച് നമുക്ക് ദിവസങ്ങളുടെ ലിമിറ്റ് ഇല്ലാത്ത രീതിയിൽ ഇവിടെ വന്നിട്ട് ആ കാഴ്ചകളൊക്കെ ഒന്നുകൂടി ഇരുന്ന് സാവധാനം കണ്ടു തീർക്കുകയാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ നല്ലത്. നമ്മളതല്ലാണ്ട് വന്നിട്ട് ഒന്നും അറിയാതെ വന്നു കഴിഞ്ഞാലും പ്രയാസമാണ്. എവിടെയാണ് എന്താണ് ഏതൊക്കെ ഉള്ളതെന്ന് അറിയാതെ വന്നാലും പ്രയാസം. പക്ഷേ നമ്മൾ ആദ്യം വന്നിട്ടില്ല ഇതൊക്കെ ഒന്ന് അറിഞ്ഞു പോയതിന് ശേഷം നമ്മൾ ഫ്രീ ആയിട്ടൊന്ന് വരിക. അപ്പോൾ നമുക്ക് എല്ലാ കാഴ്ചകളും കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് സമാധാനത്തോട് കൂടിയിട്ട് ഒന്ന് കഴിഞ്ഞ് മതിയായതിന് ശേഷം അടുത്ത ഭാഗത്തേക്ക് പോകുന്ന രീതിയിലാണ് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് എൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ എങ്ങനെ നിങ്ങൾക്ക് ഈ സ്ഥലം ഇഷ്ടപ്പെട്ടാ? എങ്ങനെയുണ്ട് സ്ഥലം? എങ്ങനെയുണ്ട് സോയ? എന്താ നല്ല തണുപ്പൊക്കെ ഉണ്ട് അവിടെ? പിന്നെ എന്തൊക്കെ ഉണ്ട്? പിന്നെ എന്തൊക്കെ ഉണ്ട്? അപ്പൊ നമ്മള് മൂന്നാറിലേക്ക് എത്തുന്നതിന് മുമ്പ്, മൂന്നാർ എത്തിയെന്ന് വേണമെങ്കിൽ പറയാം, പക്ഷേ ഒരു സെൻട്രൽ ഭാഗം എത്തുന്നതിന് മുമ്പ് വരുന്ന വഴിയിൽ നമ്മളെ ഡ്രൈവിങ് കുറച്ച് ക്ഷീണമാണെങ്കിൽ അല്ലെങ്കിലും നമുക്ക് കുട്ടികളൊപ്പം ഉണ്ടെങ്കിലൊക്കെ കാണാൻ പറ്റുന്ന ഒരു പാർക്കായിരുന്നു ബ്ലോസം പാർക്ക്, ബ്ലോസം ഹൈഡൽ പാർക്ക് അല്ലെങ്കിൽ ബ്ലോസം ഇൻ്റർനാഷണൽ പാർക്ക് എന്നൊക്കെ പല പേരിൽ ആ പാർക്ക് അറിയപ്പെടുന്നത്. അപ്പോൾ അതിലവിടെ ഇറങ്ങി ഞങ്ങൾ കുറച്ച് സമയം നമുക്ക് ചിലവഴിക്കാളും. പ്രത്യേകിച്ച് നമ്മൾ ഗൾഫിലൊക്കെ ഒരുപാട് വലിയ വലിയ പാർക്കുകളും പൂക്കളുടെ അതൊക്കെ കണ്ട ഒരു ഇതിൽ നമുക്ക് ഇവിടെ അത്ര ഇതായിട്ട് തോന്നി. പക്ഷേ ഇവിടെ ഉള്ളൊരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ഗൾഫിലൊക്കെ പോയിട്ടുണ്ട്, ഈ പാർക്കിലൊക്കെ കയറിയിട്ടുണ്ടെങ്കിൽ വയർത്ത് തണുപ്പ് കാലമാണെങ്കിൽ കുഴപ്പമില്ല, മോസ്റ്റ്ലി നമ്മൾ ചൂടുള്ള കാലത്തായിരിക്കും അവിടെ ഉണ്ടാകും. അപ്പോൾ ആ സമയത്ത് വയർത്തൊരു ഇതാവും. അപ്പോൾ അത് അങ്ങനെ ഒരു ഫീലില്ല ഇവിടെ. നമുക്ക് വളരെ ടയേർഡ് ആവാതെ നമുക്ക് ആ പാർക്കിൻ്റെ ഉള്ളിൽ കറങ്ങി നടക്കാം. നമ്മളൊരു പാർക്കിൻ്റെ ഉള്ളിൽ പോയ ക്ഷീണമൊന്നും അവിടെ നിന്ന് വന്നാൽ ഉണ്ടാവില്ല. അപ്പോൾ അവിടുന്ന് ഇറങ്ങി നമ്മൾ പൈൻ മരത്തോട്ടത്തിലൂടെ നടക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള ഒരു കാഴ്ചയാണ്. അപ്പോൾ നമ്മളൊരു പോകുന്ന വഴിയിലൊരു ചെറിയ പൈൻ മരത്തോട്ടമാണുള്ളത്. ഇവിടെ ഇപ്പം ഞാൻ നിൽക്കുന്നത് വലിയൊരു പൈൻ മരം കടപഴകി വീണതാണ്. ഇതിൽ നിന്ന് ആ മരത്തിൻ്റെ മേലാണ് നിൽക്കുന്നത്. കാണാൻ പറ്റുമോ എന്ന് അറിയില്ല. അപ്പോൾ അത് കഴിഞ്ഞ് ഇനി നമ്മൾ ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ കുറച്ച് എടുത്തു നോക്കാം എങ്ങനെയുണ്ട്. ഇതിൽ ആക്ച്വലി ഫ്രെയിമിലൂടെ കാണുമ്പോൾ അല്ലാതെ തന്നെ നമുക്ക് നല്ല രസമാണ്. പിന്നെ വീണ്ടും വീണ്ടും പറയണം, നമുക്ക് ഈ ക്ലൈമറ്റിൽ ഒരു സ്ഥലത്ത് യാത്ര ചെയ്യുക, നടക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊരിക്കലും ടയേർഡാവില്ല. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള കാഴ്ചകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളെ മൈൻഡിന് നല്ലൊരു റിലാക്സിങ് ആണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടി പുറത്ത് നിർത്തിയിട്ടുണ്ട്. വണ്ടി നിർത്തി അതേ ഭാഗത്ത് നിന്ന് ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറച്ചപ്പുറത്ത് ഇങ്ങോട്ട് ഇറങ്ങാൻ പറ്റുന്ന ഒരു ഭാഗം അപ്പുറത്തുണ്ട്, അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ ഫുൾ ബാച്ചിലേഴ്സായിട്ട് വന്നിരിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിനൊക്കെ അള്ളിപ്പിടിച്ച് ചിത്രത്തിൻ്റെ ഒരു ഭംഗി കാണണമെങ്കിൽ നമ്മൾ ഇതിൻ്റെ ഒരു ലോങ് വ്യൂ എടുക്കണം. അതുപോലെ തന്നെ കുറച്ച് മുകളിലോട്ടായിട്ട് നമ്മൾ നോക്കിക്കഴിയുമ്പോഴാണ് ഇതിൻ്റെ ഒരു യഥാർത്ഥ ഭംഗി നമുക്ക് ഫീൽ ചെയ്യുക. അപ്പോൾ നമ്മൾ കുക്കിംഗ് എന്തെങ്കിലും ചെയ്യുക എന്നുള്ളൊരു ഉദ്ദേശത്തിലേ മറ്റേ മാട്ടുപ്പെട്ടി റോഡിൽ നിന്ന് മൂന്നാർ മാട്ടുപ്പെട്ടി റോഡാണെന്ന് തോന്നുന്നു, ഞാൻ മാപ്പ് എടുത്തൊന്നും കൂടിയും പരിശോധിക്കണം. നമ്മൾ വണ്ടി ഒന്ന് കയറ്റിയിട്ട് ഞങ്ങൾ വേറൊരു സ്ഥലം, ഒരു അടിപൊളി സ്ഥലം കണ്ടു. അവിടെ നല്ലൊരു ഫാം ഏരിയ എന്ന് വെച്ചാൽ ഡയറി ഫാം പോലത്തെ ഒരു ഏരിയ, ഒരുപാട് പശുക്കളും പുല്ലും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി ഏരിയ കണ്ടു. പക്ഷെ അങ്ങോട്ട് പോകുമ്പോൾ അവർ നമ്മൾ തടഞ്ഞത് ഒരു പ്രൈവറ്റ് ഏരിയയാണ്. ഇവിടെ പല ഏരിയകളും പ്രൈവറ്റ് ഏരിയയാണ്, അതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കാനൊന്നും പറ്റില്ല. ഒക്കെ വേലി കെട്ടിയിട്ട് മുറിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ ഇവിടെ നമ്മളൊരു ഏരിയ ഉണ്ടാക്കുമ്പോൾ കുഴപ്പമില്ല, ഇങ്ങോട്ട് വന്നു. അപ്പോൾ ഇവിടെ വണ്ടി നിർത്താൻ പറ്റിയൊരു ഏരിയ കണ്ട്
ഒപ്പം ഇവിടെ ഈ ഭാഗത്ത് മറ്റേ വെള്ളം പോകുന്ന സൗണ്ട് കേൾക്കാറുണ്ട്. അപ്പോൾ അവിടെ ആ കാഴ്ചകൾ കാണാം. അപ്പോൾ ചേട്ടാ ഇവിടെ എന്താണ് കാഴ്ചകൾ എന്തെങ്കിലും കാണാൻ? ഷോർട്ട്. ആ ഇതുവഴി പോകുന്നതിൽക്കും നല്ലത് ഇങ്ങനെ ഷോർട്ടായിട്ട് പോവാം. ഇതുവഴി പോയാൽ എന്തെങ്കിലും കാണാണ്ട കാഴ്ചകൾ? ഒന്നുമില്ല. അവിടെ കയറി പോയാൽ എന്തെങ്കിലും ഉണ്ടോ കാണാണ്ട കാഴ്ചകൾ? അതെ, ഓക്കെ, ശരി. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. ഉള്ളിലൊക്കെ അട്ടുണ്ടാവും, നല്ലോണ്ട്. ഇവിടെയൊക്കെ നല്ല അട്ടുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ വെള്ളത്തിൻ്റെ അടുത്തൊക്കെ ഒന്ന് പോകണം. വെള്ളത്തിൻ്റെ അടുത്ത് അട്ട സമയത്ത് പ്രതീക്ഷിക്കും ഇവർ. ഈ പുല്ലിലൊക്കെ ഉണ്ടാവും. ഇവിടെ അതിന് ചെരുപ്പ് കഴിച്ച് നോക്കാനട്ട. വെള്ളത്തിൻ്റെ ഭാഗത്തൊന്ന് പോയി നോക്കാം. ഇവിടെ നിറയെ അട്ടകളുള്ള സ്ഥലമാണ് പറഞ്ഞത്. പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആയിട്ട് പോകുമ്പോൾ ഈ അട്ട പറഞ്ഞ സാധനം, അട്ട എന്ന് പറയുന്ന സാധനം ഈ പുല്ലിലൊക്കെ, ഈ കാണുന്ന പുല്ലിലൊക്കെ ഉണ്ടാവുന്ന പറയുന്നത്. പക്ഷെ അത് കയറുന്നത് അറിയില്ല. കയറി അത് സെറ്റായി അവിടെ വന്ന് കടിയൊക്കെ തുടങ്ങിയതിന് ശേഷമാണ് അറിയാം. അതൊക്കെ ഇവിടെ ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ. ചെറിയൊരു ആരാധന നടത്തുന്ന സ്ഥലം ഇവിടെ ഉണ്ട്. അങ്ങനെ ആരാധിക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് അവരുടെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവിടെ നേരെ നന്നായിട്ട് സൂക്ഷിക്കണം. അട്ട ഏത് സമയത്തും കയറിക്കഴിഞ്ഞാൽ സീന് കോൺട്രായിരിക്കും. അപ്പോൾ പക്ഷെ നമുക്ക് കാഴ്ചകൾ കിട്ടണമെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കണം. ഏത് തരത്തിലുള്ള റിസ്ക് ഒക്കെയാണ് എടുക്കേണ്ടതെന്ന് ഓരോരുത്തരുടെ റിസ്ക് അപ്പറ്റേറ്റ് പോലെ ഇരിക്കും. ഇവിടെ ഈ പുല്ലൊക്കെയാണ്, എവിടുന്ന് എപ്പോഴാണ് കയറുകയെന്ന് അറിഞ്ഞൂടെ. എന്തായാലും നമ്മൾ ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് സ്റ്റെപ്പ് വെക്കുമ്പോൾ, അല്ലെങ്കിൽ കുറച്ച് നേരം സ്റ്റെപ്പ് വെക്കുമ്പോൾ ആയിരിക്കും കയറും. അങ്ങനെ അട്ട കടിച്ചൊരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. കാരണം പലപ്പോഴും കണ്ടിട്ടേ ഉള്ളൂ പല ആളുകളെയും കടിച്ചിട്ട്. പക്ഷെ നമ്മൾ ഇല്ലാത്ത കാരണം ഇതിനെക്കുറിച്ച് ഒരു കമൻറ്റ് പറയാനും പറ്റില്ല. എന്തായാലും നമ്മളെ വണ്ടിയുടെ കുക്കിംഗ് സെറ്റപ്പിൽ കുറച്ച് കാര്യങ്ങളൊക്കെ മോഡിഫൈ ചെയ്തിട്ടുണ്ട് നമ്മൾ. അപ്പോൾ നമ്മളൊരു അടിപൊളി ടാപ്പ് വെച്ചിട്ടുണ്ട്. ആലി എക്സ്പ്രസ്സിൽ നിന്ന് വാങ്ങിച്ച ടാപ്പാണത്. ചെറിയ രീതിയിൽ തുറന്നോ, വെള്ളമൊക്കെ ചെറിയ രീതിയിൽ തുറന്നത്. ഓക്കെ, ഇപ്പോൾ അത് വർക്ക് ചെയ്യുന്നുണ്ട്. മറ്റേ പ്രഷറിൻ്റെ ഇഷ്യൂസൊന്നുമില്ല. തുറന്നു കഴിഞ്ഞാൽ തിരിക്കാം. അതുകൂടാതെ നമ്മുടെ ആവശ്യം കഴിഞ്ഞാൽ ഇത് ഉള്ളിലോട്ട് ഇതേപോലെ മടക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് പിടിച്ചാൽ അപ്പോൾ അത് സ്പ്രിങ് ആക്ഷനിൽ, അവിടെ ഒരു സ്പ്രിങ് ആക്ഷനിൽ അങ്ങനെ പോവുകയും ചെയ്യും. പിന്നെ താഴത്ത് ഇനിയും ചെറിയ പരിപാടികൾ ചെയ്യാനുണ്ട്. അവിടെ ഒരു സിങ്ക് ഷെൽഫ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഒരു പ്ലൈവുഡിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് വന്നതിന് ശേഷം അതിൻ്റെ ഒരു പ്രവർത്തനമൊക്കെ നോക്കിയിട്ട് ചെയ്യാന്നുള്ളതിലായിരുന്നു. അപ്പോൾ ടാപ്പ് ഒന്നും കൂടി കാണിച്ചിട്ട്. ടാപ്പ് അടിപൊളിയാണ്. ഓക്കെ, നമ്മളുടെ കഴുകലും കാര്യങ്ങളൊക്കെ താഴത്തേക്ക് കഴിയും. ഇപ്പോൾ നമ്മളുടെ പരിപാടികളൊക്കെ തുടങ്ങി. നല്ല അടിപൊളി സിസ്റ്റമാണ് സംഗതി. വാഷ് ബേസിനൊക്കെ നല്ല അടിപൊളി രീതിയിൽ കിട്ടുന്നുണ്ട്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കുക്ക് ചെയ്തതിന് ശേഷം നല്ല രീതിയിൽ കഴുകിയിട്ടുണ്ടായിരുന്നില്ല. ഇനി അത് കൂടാതെ നമ്മൾ ഈ സൈഡിലൊരു പച്ച കളർ കാണുന്നുണ്ടാവും. അത് നമ്മുടെ ഡിഷ് വാഷ് ലിക്വിഡാണ്. ഇതിനൊരു മാഗ്നറ്റ് കൊടുത്തിട്ട് ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ അവിടെ വെച്ച് കഴിഞ്ഞാൽ സാധനം അവിടെ സെറ്റായി നിന്നോളും. അതാണ് അതിൻ്റെ ഒരു ഇത്. പിന്നെ ഈ സൈഡിൽ നമ്മൾ നമ്മുടെ ബ്രഷ് എപ്പോഴും ഓഫ് ആയത്. ഓക്കെ, ഈ സൈഡിൽ നമ്മൾ ഒരു ബ്രഷ് വെച്ചിട്ടുണ്ട്. നമുക്ക് പാത്രം കഴുകാനുള്ള ബ്രഷ് വെച്ചിട്ടുണ്ട്. യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ലാസ്റ്റത്തെ വീഡിയോ ഏതുവരെ റെക്കോർഡ് ചെയ്തെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പല കാര്യങ്ങളും കിട്ടിയിട്ടില്ല. പിന്നെ ഈ സൈഡിൽ ഡിഷ് വാഷ് ലിക്വിഡ് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ വീട്ടിൽ നിന്ന് ചെറിയൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ ഒരു ബോർഡിലൊരു മാഗ്നറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് അവിടെ സെറ്റായിട്ട് ഇരുന്നോളും. പിന്നെ അടച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലല്ലേ വരുന്നത്. അപ്പോൾ കുലുക്കത്തിൽ പുറത്ത് പോകുന്നില്ല. ഇപ്പോൾ നമ്മുടെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞ് പാത്രം കാര്യങ്ങളൊക്കെ താഴത്തുള്ള ടേബിൾ വെച്ചിട്ടുണ്ട്. നമ്മൾ കസ്റ്റമൈസ്ഡായിട്ടുള്ള കപ്പുകളൊക്കെ ഉണ്ട്. 2 കപ്പ് ചെയ്തിട്ടുള്ളൂ. പിന്നെ കുട്ടികളുടെ ഒരു ചെറിയ കപ്പാണ് ഉള്ളത്. ചായ ഉണ്ടാക്കണം, ഓംലെറ്റ് ഉണ്ടാക്കണം. ഇനി ഇവിടെ നമ്മൾ കുറച്ച് മാറ്റങ്ങൾ കൂടി ചെയ്തു. നമ്മുടെ കറി മസാല ഐറ്റംസ് കംപ്ലീറ്റ്
വെക്കാവുന്ന ഒരു സെറ്റപ്പ് ചെയ്ത്. ഇനി പാത്രം കഴുകണ്ട, കഴുകാനില്ല. അപ്പോൾ ഈ ഒരു വെള്ളം നമ്മൾ ഡ്രിങ്കിങ്ങിന് ഉപയോഗിക്കുന്നില്ല. ഇവിടെ നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ ഉപ്പ്, കുരുമുളക് പൊടി, പഞ്ചസാര, തേയിലപ്പൊടി, ഒരു ഇതിൽ പൊടിയൊന്നും ഇട്ടിട്ടില്ല, മല്ലിപ്പൊടി, ഈ വക ഐറ്റംസൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ വേറൊരു ഇഷ്യൂ ഇനി ഉള്ളത് നമ്മുടെ കാനിസ്റ്റർ, ബ്യൂട്ടൈൻ കാനിസ്റ്റർ എത്രത്തോളം ബാക്കിയുണ്ടെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അത് ചെയ്ത് നോക്കണം, അത്യാവശ്യം യൂസ് ചെയ്തിരിക്കണം. അപ്പോൾ ബ്യൂട്ടൈൻ കാനിസ്റ്റർ നിന്ന് കഴിഞ്ഞാൽ നമ്മൾ ഇനി LPG കണക്ട് ചെയ്യണം. LPG നമ്മൾ ഇതുവരെ കണക്ട് ചെയ്തിട്ടില്ല. അതെങ്ങനെ ഇരിക്കും എന്നുള്ളത് കണക്ട് ചെയ്താൽ മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. എന്തായാലും ഇന്ന് LPG കണക്ട് ചെയ്യേണ്ടി വരും മിക്കവാറും. പിന്നെ നമ്മൾ വാങ്ങിച്ചൊരു ബോട്ടിലാണിത്. ഇതിൽ നമ്മുടെ ഡ്രിങ്കിങ് വാട്ടറാണുള്ളത്. അപ്പോൾ ഡ്രിങ്കിങ് വാട്ടർ അതിൽ നിന്ന് എടുക്കാൻ പറ്റിയ, അത് ചെരിച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് എടുക്കാൻ പറ്റിയൊരു പോക്കറ്റ് വെച്ചിട്ടുള്ളൊരു ഇതാണ്. അതിൽ നിറക്കാനും എളുപ്പം. അതിൻ്റെ മറ്റേ ഈ സൈഡിലുള്ള തുറന്ന് ടാപ്പിൽ നിന്ന് വെള്ളം നിറക്കാൻ വലിയ ഓപ്പണിംഗ് ആണ്, അത് കാരണം നിറക്കാൻ എളുപ്പമാണ്. പിന്നെ വെള്ളം എടുക്കാനാണെങ്കിൽ ഇവിടെ തുറന്നാൽ മതി. ഇത് തുറന്നു കഴിഞ്ഞാൽ വളരെ ചെറുതായിട്ടേ വരുള്ളൂ. പിന്നെ ഇതിൻ്റെ പ്രഷറിൻ്റെ ഇഷ്യൂ കാരണം ആ ബബിൾ ഉള്ളിലേക്ക് തന്നെ വരുള്ളൂ. അതിന് നമ്മൾ മേലെ ഇത്തിരി തുറന്നു കൊടുത്തു കഴിഞ്ഞാൽ സ്പീഡിൽ വെള്ളം വരും. അതിന് മേലും തുറന്നു കൊടുത്താൽ മതി. ഇനി വെള്ളം എടുക്കുന്ന സമയത്ത് ഒരു ഹൈറ്റിൽ വെച്ചിട്ട്. ഓക്കെ, നമ്മുടെ കുക്കിംഗ് തുടങ്ങിയിട്ട. ബ്യൂട്ടൈൻ ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് കത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഫ്ലെയിമല്ലേ വെച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതാണ് അവസ്ഥ. ഇനി നമ്മൾ കുക്ക് ചെയ്ത് ചായ കുക്കിംഗ് കഴിഞ്ഞിട്ട് നമുക്ക് ഓംലെറ്റ് ഉണ്ടാക്കണം. അപ്പോൾ ബ്യൂട്ടൈൻ എന്താവും എന്നുള്ളൊരവസ്ഥ നമുക്ക് കിട്ടും. കുറച്ചതപ്പോൾ ഓക്കെ. എന്തായാലും ഏരിയ ഇതിൽ കാണുമ്പോൾ നല്ലൊരു ഏരിയ ആണ് അല്ലേ, ക്യാമറയ്ക്ക് പറ്റിയൊരു ഏരിയയാണ്, വണ്ടി ഇടാനും കാര്യങ്ങളൊക്കെ പറ്റിയൊരു ഏരിയയാണ്. നോക്കാം എങ്ങനെയുണ്ട് സംഗതികളിൽ. ഒരാളിവിടെ റെസ്റ്റ് എടുക്കുന്നുണ്ട്. നമുക്ക് ഇതേപോലത്തെ ഒരു ചെയറും കൂടി ഉണ്ട്. ഇനി അത് കൂടാതെ ഫോൾഡബിൾ ആയിട്ടുള്ള 2 ചെയർ ഞാൻ ഓർഡർ കൊടുത്തിട്ടുണ്ട്. അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ചാരി ഈ ടേബിളിൻ്റെ സൈഡിലാക്കിയിട്ട് നമുക്ക് ഇടാം. അത് വന്നു കഴിഞ്ഞിട്ട് ഇനി അടുത്ത ഏതെങ്കിലും വീഡിയോസിൽ നമുക്ക് അത് കാണിച്ചു തരാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഒരു സാറ്റിസ്ഫൈഡ് ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ടേബിളിന് ഒരു സപ്പോർട്ട് കൊടുക്കണം. അതൊരു അലുമിനിയത്തിൻ്റെ ഒരു കാല് നമുക്ക് കൊടുക്കണം. അതുവരെ കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ കാര്യങ്ങൾ ഇത്രയൊക്കെയാണ്. നമുക്ക് വെള്ളം ഒരുപാട് നമ്മൾ ക്യാരി ചെയ്ത് കൊണ്ടുവരാതെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് ഫില്ല് ചെയ്യുന്നതായിരിക്കും വണ്ടിക്കും നമുക്കൊക്കെ നല്ലത്. ഇപ്പോൾ അവിടെ വെള്ളം കണ്ടു, അവിടെ വേണമെങ്കിൽ അവിടെ പോയി ഫില്ല് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ സ്രോതസ് എവിടെയാണ് നമുക്ക് അവൈലബിൾ വെച്ചെങ്കിൽ ആ ഒരു ഏരിയയിൽ പോയിട്ട് നമ്മൾ വെള്ളം ഫില്ല് ചെയ്തെടുക്കാം. അതാണ് ബെസ്റ്റ്. കാരണം ലോഡ് ഒരുപാടായിട്ടുണ്ട്. ഇതിൻ്റെ ഈ മൾട്ടിവുഡ് നമ്മൾ ചെയ്തത് തന്നെ ഏറ്റവും വെയിറ്റ് കുറഞ്ഞ മെറ്റീരിയലാണ്. പക്ഷേ നമുക്ക് അത് തന്നെ വെച്ച് നോക്കുമ്പോൾ ഭയങ്കര വെയിറ്റാണ് വന്നിട്ടുള്ള വണ്ടിക്ക്. ഇതൊരു 7 സീറ്റർ വണ്ടിയാണ്. പക്ഷേ ലോഡ് കൂടുന്നതിനനുസരിച്ച് അതിൻ്റെ കാര്യങ്ങളൊക്കെ കുറയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ ഞാൻ ഈ ഭാഗം കാണിച്ചു തന്നോളൂ. നമ്മുടെ ടോയ്ലറ്റാണ് ഇരിക്കുന്നത് കേട്ടോ. ടോയ്ലറ്റൊക്കെ നമുക്കൊന്ന് ഉറപ്പിച്ച് നിർത്തുന്ന ഒരു സിസ്റ്റം നോക്കണം. ടോയ്ലറ്റിലെ വെള്ളമൊക്കെ പൊഴിവാക്കി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ. ഇപ്പോൾ ഇവിടെ 3 ആൾക്ക് ഇരിക്കാം, എന്നിട്ട് പോരാ. അപ്പം ഞങ്ങൾ ഒരാൾ ഫ്രണ്ടിലിരുന്ന് 2 പേര് ഫ്രണ്ടിലിരുന്ന് കുട്ടികൾ 2 പേരും ബാക്കിലിരുന്ന് അങ്ങനെ വന്ന്. അപ്പോൾ ലോഡൊക്കെ പക്കയാണ്. നമുക്ക് 4th ഗിയറിൽ വരെ പല ഇതും കയറുന്നുണ്ട്. സെക്കൻഡിൻ്റെ ആവശ്യം വരുന്നില്ല. തേർഡിൽ തന്നെ പലപ്പോഴും ഒരു 90% കേസും ഹെയർ പിന്നുകൾ എടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു സൈഡിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന രീതിയിൽ ഒരു ഫ്രെയിം വർക്ക് വരണം. അത് ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനൊരു കാലം ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മേലെ ബെഡ് ഇട്ട് കഴിഞ്ഞാൽ ഫുൾ ബെഡായി. അത് ആവശ്യമില്ലാത്ത സമയത്ത് നമുക്കൊന്ന് മാറ്റി വയ്ക്കുകയും ചെയ്യാം. ആൾക്ക് ഇരിക്കാൻ എന്നുള്ള സൗകര്യവും. ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ എത്രമാത്രം ക്വാണ്ടിറ്റി ഹോൾഡ് ചെയ്യാൻ പറ്റുന്നത് ഹെറ്റിച്ചിൻ്റെ സാധനമാണ്. നമുക്ക് വേണമെങ്കിൽ 1-2 സ്ക്രൂസൊക്കെ കൊടുത്തിട്ട് ടൈറ്റ് ചെയ്യാം, കുറേ കൂടി സ്ട്രെങ്ത്ത് കൊടുക്കാം. മറ്റേ ഭാഗത്ത് ഉള്ളിൽ സ്ക്രൂസ് കൊടുത്തിട്ട് കുറച്ചും കൂടി ഹോൾഡ് ചെയ്യാൻ കപ്പാബിലിറ്റി ഉള്ള ലെവലിലേക്ക് ആക്കാം. അപ്പോൾ ഇനി നമുക്ക് അടുത്തത് കുക്ക് ചെയ്യുമ്പോൾ ബാക്കി വീഡിയോ എടുക്കാം. ഓംലെറ്റ് കുക്ക് ചെയ്യുമ്പോൾ ചായ ഏകദേശം റെഡി ആയിക്കൊണ്ടിരിക്കും.